Hi all, welcome to the demo video of Elevated. My name is Sneha Jyotish. I'm the co-founder and biology faculty of Elevated. Today, we are going on an amazing journey into the world of cells. Cells, as you all know, is the basic structural and functional unit of any organism. Even from the tiny organism to the biggest, like a whale or a shark, or even you and me, all are made up of cells. ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കാനായിട്ട് ചെറിയ ചെറിയ കട്ടകൾ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു ഓർഗാനിസം ഉണ്ടായിരിക്കുന്നത് ചെറിയ ചെറിയ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്ന സെൽസ് കൊണ്ടാണ്. ദാറ്റ് ഈസ് സെല്ലിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് തന്നെ അറിയപ്പെടാൻ കാരണം എന്നൊക്കെ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കും. കാരണം ഇതൊരു ചെറിയ ഡ്യൂറേഷനുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് വി ആർ നോട്ട് ഗോയിങ് ഡീപ്പർ ഇൻ ടു ദിസ്. നമ്മൾ ചെറുതായിട്ട് തുടക്കം മാത്രം ഒന്ന് പറയും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഷോ യു വാട്ട് എ സെൽ ലുക്സ് ലൈക്ക്. See, this is a 3D model of cell. As you can see, there are so many cell organelles in it. ഈ ഓരോ സെല്ലിന്റെ പാർട്സും എന്തൊക്കെ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു ടൈനിയസ്റ്റ് ആയിട്ടുള്ള ഒരു സെല്ലിനെ നമുക്കറിയാം ഏകദേശം 37 ട്രില്യൺ സെൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ എന്നാണ് കണക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ഒരു സ്ട്രക്ചർ ഇത്രയും ഇമ്പോർട്ടൻസ്? ഈ ഒരു സെല്ല് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര റോള് വഹിക്കുന്നുണ്ട് എന്നൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഈ സെല്ലിന്റെ സ്ട്രക്ചർ പഠിച്ചിരിക്കണം. അതിന്റെ ഓരോ പാർട്സിന്റെയും ഫംഗ്ഷനും അറിഞ്ഞിരിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ് സെല്ലെന്നും സെല്ലിന്റെ തിയറിയെ കുറിച്ചാണ്. Cell is the basic structural and functional unit of all known organisms. It is the smallest unit of any organism that is considered alive. ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഏറ്റവും ചെറിയ ഒരു പാർട്ടിക്കിൾ ആണ് സെൽ എന്ന് പറയുന്നത്. And cells can perform all processes necessary for life. Okay. സെല്ലിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് കണ്ടു. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ഒരു ചെറിയ ഡെഫിനിഷൻ ആണ്. ആക്ച്വലി ഇറ്റ് ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെ. ഇനി സെല്ലിന് എന്തുകൊണ്ടാണ് ഇത്ര വലിയ റോൾ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാമോ, ഓരോ ചെറിയ ചെറിയ സെൽസ് ചേർന്നിട്ടാണ് ഒരു ടിഷ്യൂ ഉണ്ടാകുന്നത്. ഒരു ടിഷ്യൂ ദാറ്റ് ഇസ് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽ ദാറ്റ് ഇസ് പെർഫോമിംഗ് എ സെയിം തിങ്, ഒരേ കാര്യം ചെയ്യുന്ന ഒരേ ഫംഗ്ഷൻ ഉള്ള കുറെ സെൽസ് ചേർന്നിട്ട് ഒരു ടിഷ്യൂ ഉണ്ടാകും. ആ ടിഷ്യൂസ് ചേർന്നിട്ട് ഒരു ഓർഗനായി മാറുന്നു. ഒരു ഓർഗൻ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഓർഗൻ സിസ്റ്റം ആയിട്ടാണ്. ദാറ്റ് ഇസ് ഓർഗൻ ഒരു ഓർഗൻ സിസ്റ്റം ആകുന്നു. ഓർഗൻ സിസ്റ്റം വഴി ഒരു ഓർഗാനിസം കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ലൈഫ് ആക്ടിവിറ്റീസ് നടത്തുന്നു. ദാറ്റ് ഇസ് സെൽസ് ഫോംസ് ഇൻടു ടിഷ്യൂസ്. ടിഷ്യൂ ഫോംസ് organ and organ forms organ system and then എന്താണ് ഓർഗാനിസം ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ലൈഫ് ആക്ടിവിറ്റീസ് നടക്കുന്നു. ഇങ്ങനെയാണ് ഒരു സെല്ല് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്.
See, cell forms tissues. Tissue forms an organ, organ into organ system, and it becomes an organism. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു സെല്ലിന് ഉള്ള റോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം സെല്ലിന്റെ തിയറി. നിങ്ങൾക്കറിയാമോ സെൽ ആദ്യമായി കണ്ടുപിടിച്ചത് 1665-ൽ റോബർട്ട് ഹൂക്ക് എന്നൊരു ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളുടെയൊക്കെ ഇടയിൽ ഒരു മരത്തിന്റെ ഒരു കോക്കിൽ നിന്ന് അദ്ദേഹം ഒരു ഹണി കോംബ് പോലെയുള്ള സ്ട്രക്ചറുകൾ കാണാനിടയായി. അതിനെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ പഠിക്കുകയും ചെയ്തു. അതാണ് സെല്ലിന്റെ ഡിസ്കവറിക്ക് കാരണമാകുന്നത്. അന്ന് അദ്ദേഹം കണ്ട ആ സ്ട്രക്ചർ വെറും ഒരു ചെറിയ ഹണി കോംബിന്റെ സ്ട്രക്ചർ പോലെ ഉള്ളതായതുകൊണ്ട് അന്ന് അദ്ദേഹം അതിന് പേരിട്ടത് സെൽ എന്നാണ്. കാരണം സെൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ലിറ്റിൽ റൂംസ് എന്നാണ്. ഓക്കെ, അങ്ങനെ റോബർട്ട് ഹൂക്ക് എന്നൊരു ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് in 1665-ൽ he discovered cells. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, that is in 1885, ആ ഒരു കാലഘട്ടത്തിലോട്ട് എത്തിയപ്പോൾ മത്യസ് ഷ്നീഡർ എന്നൊരു മറ്റൊരു ശാസ്ത്രജ്ഞൻ ആദ്യമായിട്ടൊരു തിയറി കൊണ്ടുവന്നു. that is all plants are made up of cells. എല്ലാ പ്ലാന്റ്സിനെയും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. തൊട്ട് അടുത്ത വർഷം തന്നെ ഒരു ജർമ്മൻ സുവോളജിസ്റ്റ് ആയിട്ടുള്ള തിയോഡർ ഷ്വാൻ അദ്ദേഹം പറഞ്ഞു all animals are made up of cells. എല്ലാ ആനിമൽസിനെയും സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. That is, അദ്ദേഹം അതിന്റെ കൂടെ കൺക്ലൂഡ് ചെയ്തു that is all organisms are made up of cells. That is, പ്ലാന്റ്സിനെയും അനിമൽസിനെയും സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞു. ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, that is, മൈക്രോസ്കോപ്പ് കുറച്ചുകൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു സയന്റിസ്റ്റ്, that is റുഡോൾഫ് വിർച്ചോ, അദ്ദേഹമാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്യാനുള്ള എല്ലാ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നത്. ദാറ്റ് ഇസ്, അദ്ദേഹം പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, പക്ഷെ ഈ സെൽ എവിടെ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. ദാറ്റ് ഇസ് റുഡോൾഫ് വിർച്ചോ. അദ്ദേഹം പറഞ്ഞത് ഓൾ സെൽസ് ആർ കമ്മിങ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഒരു സെൽ വെറുതെ ഉണ്ടാവുകയല്ല, എവിടെ നിന്നുണ്ടാവുകയാണ്? ഓൾറെഡി നിലവിലുള്ള ഒരു സെല്ലിൽ നിന്നുമാണ് ഒരു സെല്ല് ക്രിയേറ്റഡ് ആകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ദാറ്റ് ഇസ് സെല്ലിന്റെ ഡിവിഷൻ. അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയിലോട്ടാണ് അദ്ദേഹം ആ ഒരു കോൺട്രിബ്യൂഷൻ തന്നത്. ദാറ്റ് ഇസ്, ഈ 4 പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെയും ഒരു കൺസോളിഡേറ്റഡ് വേർഷൻ ആണ് സെൽ തിയറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെൽ തിയറിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് സെൽ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ തിങ്. ഇത്രയേ ഉള്ളൂ. All living organisms are composed of one or more cells. Cell is the basic structural and functional unit of any organism, and cells arise from a pre-existing cell. ഒരു സെല്ലിൽ നിന്നാണ് മറ്റൊരു സെൽ ഉണ്ടാകുന്നത്. ഇത്രയുമേ പറഞ്ഞോളൂ. സോ യു നോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു സെല്ല് എത്ര ഇമ്പോർട്ടന്റ് ആണ് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റീസിലെന്ന്. പക്ഷെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് പോകണം. അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു അറേഞ്ച്മെന്റ്. ഇനി നമുക്ക് ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി തന്നെ നമുക്കൊരു ക്വിസ് നടത്താം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ റെഡി ആയി വരും, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഇത് കുറച്ച് ഡെമോ ആണ്.
Which of the following is not a tenet of the cell theory? Cell theory ഇല്ലാത്ത ഒരു കാര്യം ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. All living organisms are composed of one or more cells. അതുണ്ട് എന്ന് നമുക്കറിയാം. The cell is the basic unit of structure and organization in the organism. അതും ഉണ്ട് എന്ന് നമുക്കറിയാം. Cells arise from a pre-existing cell എന്ന് നമുക്കറിയാം. Cells can spontaneously generate from non-living matter. അതല്ലേ ശരിയായിട്ടുള്ള, ഇവിടെ തെറ്റായിട്ടുള്ള, ഇതിൽ സെൽ തിയറി ഇല്ലാത്ത ഒരു ആൻസർ അതല്ലേ? And we can reveal the answer at once. പെട്ടെന്ന് തന്നെ നോക്കാം. കറക്റ്റ് ആണ് അല്ലേ നമ്മുടെ ആൻസർ? ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. According to the cell theory, what is the fundamental structural and organizational unit in life in living organism? എന്താണ് നമ്മൾ പഠിച്ചത് തന്നെ അതിനെ കുറിച്ചാണ് അല്ലേ? It is cell. Okay. ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ചെറിയ കാര്യം മാത്രമേ പഠിച്ചുള്ളൂ. A cell is the smallest unit of an organism. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ വായിക്കുന്നില്ല. ഇനി ഒരു ഹോംവർക്കും കൂടി ഞാൻ ഇതിൽ പ്രൊവൈഡ് ചെയ്യാം. അത് പബ്ലിഷ് ആകുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇത് വരും. നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് ഈ ഹോംവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു ചെറിയൊരു സെഷൻ പോകുന്നത്. ഇനി ബയോളജി ഈസ് ആക്ച്വലി എ വാസ്റ്റ് ടോപ്പിക് അല്ലേ? കമ്പാരിറ്റീവ്ലി നിങ്ങൾ പറയും സയൻസിൽ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ് ബയോളജി എന്ന്. പക്ഷേ പഠിക്കുകയാണെങ്കിൽ കൂടുതൽ ഡീപ്പർ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇസ് ആക്ച്വലി ബയോളജി. ബയോളജിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ അത്. പ്രത്യേകിച്ച് ഹ്യൂമൻ ബോഡിയെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ബിക്കോസ് നമ്മുടെ തന്നെ ശരീരത്തിനെ കുറിച്ച് പഠിക്കണം. അയ്യോ ഇങ്ങനെയൊക്കെയാണോ ഞങ്ങളുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ ശരീരത്തിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അമേസിംഗ് ആയിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഇതിലുണ്ട്. ചുമ്മാ ഞാനൊരു ഡെമോ, വെറുതെ ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ കാണുന്നത് സ്കള്ളിന്റെ ഒരു സ്ട്രക്ചറാണ്. ഇങ്ങനെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് കാണാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു മെമ്മറി റിറ്റെയിൻ ചെയ്യാനും ഇത് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ ക്ലാസ്സിലെയും അറേഞ്ച്മെന്റ്. ഇത് ബയോളജിക്ക് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും ഇതുപോലെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇപ്പൊ നമുക്ക് ഹാർട്ടിനെ കുറിച്ച് പഠിക്കണം. ഹാർട്ടിന്റെ സ്ട്രക്ചർ നമുക്ക് കാണാം, ഇന്റേണൽ വ്യൂ കാണാം, എക്സ്റ്റേണൽ വ്യൂ കാണാം. ഇതേക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല. ഇതുപോലെയുള്ള ഒരുപാട് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ AI ഇന്റഗ്രേറ്റ് ചെയ്താണ് നമ്മുടെ ക്ലാസ്സിൽ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ കിഡ്നിയുടെ സ്ട്രക്ചർ ആണെങ്കിൽ റീനൽ പെൽവിസ്, ഓരോ പാർട്സിനെ കുറിച്ചും ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഒരു രീതി, നമ്മുടെ ഒരു ടീച്ചിങ് സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും. ദാറ്റ് ഇസ് നിങ്ങൾക്ക് കൂടുതൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഉണ്ടാക്കി തരും. അതുപോലെ ഒരു ക്യൂരിയോസിറ്റി, ഓരോ സബ്ജക്റ്റിനോട് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് സീ യു സൂൺ.